ഹായ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ബുക്ക് ഹോൾ ആയിട്ടാണ്. ഒരുപാട് പുസ്തകം ഇല്ല, ഒരു 6 പുസ്തകം. എനിക്കറിയാം ഏതൊക്കെ പുസ്തകമെന്നൊക്കെ, എന്നാലും എനിക്ക് തോന്നി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അപ്പൊ നിങ്ങളെയും കൂടി ഇത് കാണിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കാന്ന്. സാധാരണ രീതിക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ബുക്സ് ഞാൻ ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പുസ്തകങ്ങൾ എനിക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. ഞാൻ മലയാളം പുസ്തകങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇംഗ്ലീഷ് ആട്ടോ. ഇംഗ്ലീഷ് ഞാൻ പൊതുവെ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോ അധികം നമ്മൾക്ക് സമയം കളയാതെ നമുക്കിത് തുറക്കാം. അപ്പൊ ഈ ബുക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പൊതുവെ ഈ പറയുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഓൺലൈനിലാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി തോന്നുന്നു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് ഏതാ സൈറ്റ് എന്നൊന്നും മെൻഷൻ ചെയ്യണില്ല, കാരണം ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡെലിവറി ടൈം മാത്രം കുറച്ച് ലേറ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഓൺലൈനിൽ ചെയ്യുമ്പം. പ്രത്യേകിച്ചും ഇതൊക്കെ ഒരു ഡൽഹി സൈഡ് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതലും ഇതുപോലത്തെ ബുക്സിന്റെ ഒക്കെ ഉള്ളത്. അപ്പോ നമുക്ക് സമയം ഒരു പ്രശ്നമാണ്. അതുപോലെ ഞാൻ ഓൺലൈനിൽ ബുക്സ് ഓർഡർ ചെയ്യുമ്പം ക്യാഷ് ഓൺ ഡെലിവറി ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ടൈം കുറച്ചധികം എടുക്കും. 8-10 ദിവസമൊക്കെ വ്യത്യാസത്തിലായിരിക്കും അവർ വരിക. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാഷ് ഓൺ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യുന്ന ഓൺലൈനിലുള്ള സ്റ്റോഴ്സിന് മാത്രം നിങ്ങൾ പുസ്തകം വാങ്ങാൻ. ചിലർ അത് നോക്കുന്നില്ല, ചിലർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയും. നമ്മുടെ ഏരിയയിലേക്ക് ഉണ്ടോ, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ബുക്ക് ഓർഡർ ചെയ്യാൻ. ഇനി ഇവരുടെ പാക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഈ ആമസോണിനോടും ഫ്ലിപ്കാർട്ടിനോടും പറയാനുള്ളതും ഇതാണ്. ചില സമയം അവര് പുസ്തകം ഡെലിവർ ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ പ്രിക്കോഷൻസും ഇല്ലാതെയാണ് അവർ അയക്കുന്നത്. നമുക്ക് വരുമ്പോഴത്തേക്ക് ചിലങ്ങി ഇങ്ങോട്ട് കൂടിയൊക്കെ ആയിരിക്കും പുസ്തകം കിട്ടുക. അപ്പൊ ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ വട്ടം ഞാൻ ഓർഡർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾവേസ് ഉള്ളതാണ്, പക്ഷെ മലയാളം ബുക്സ് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും DC കോട്ടയത്ത് നിന്ന് തന്നെയാണ് അവര് പബ്ലിഷേഴ്സ് വരാറുള്ളത്. ഇത്തവണ 2-3 ഇംഗ്ലീഷ് പുസ്തകം കൂടി ഞാൻ വാങ്ങിച്ചു. അപ്പം ഇടയ്ക്കുണ്ടാവില്ല, പിന്നെ നമ്മൾ ഊഹിച്ച് പൂരിപ്പിക്കണം. ആ ഒരു അവസ്ഥ ഇപ്പൊ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് വേണ്ട പുസ്തകങ്ങൾ ഇതിന്റെ കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തപ്പോ തന്നെ ഞാൻ പ്രതീക്ഷയാണ് ഇനി അങ്ങോട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും ഞാൻ ഇംഗ്ലീഷ് ബുക്സ് ഓർഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം ഫ്ലിപ്കാർട്ടിന്റെ ആരെങ്കിലും കേൾക്കണ്ടെങ്കിൽ ഇതൊന്ന് കൺസിഡർ ചെയ്യണം. വളരെ മോശമായിരുന്നു. ഫ്ലിപ്കാർട്ടിനോട് എനിക്കിത് പറയണം, ഒരു റിവ്യൂ പോലെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിട്ടു, വേണ്ട എന്തെങ്കിലും ആവട്ടെ. എല്ലായ്പ്പോഴും ഇത് സംഭവിക്കാറില്ല, വളരെ റെയർ ആയിട്ട് മാത്രമേ അത് സംഭവിക്കാറുള്ളൂ. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പൊ ഈ ഒരു സൈറ്റ്സിന്റെ ഒരു നല്ലൊരു കാര്യം, കുറെ ബുക്ക് മാർക്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഏതൊക്കെയാ ഞാൻ ഓർഡർ ചെയ്ത പുസ്തകങ്ങൾ എന്ന് നോക്കാം. ഞാൻ 6 ബുക്കാണ് ഓർഡർ ചെയ്ത്, 6 വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓരോന്നായിട്ട് ഏതാന്നുള്ളത് കാണിക്കാം. ഒരു താങ്ക് യു കാർഡ് ഒക്കെ തന്നിട്ടുണ്ട് അവര്, എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നവരാണെങ്കിൽ സെക്കൻഡ് ടൈമിലേക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫർ ഒക്കെ കിട്ടും. അപ്പോ പൊതുവെ എല്ലാ ഓൺലൈൻ സൈറ്റ്സിലും ഇത് അവൈലബിൾ ആണ്, ഞാൻ അത് പറയണമെന്നില്ലല്ലോ. അപ്പൊ എന്റെ ബുക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ കോ വർക്കർ ബൈ ഫ്രീഡ മക്ഫാഡൻ. നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ എല്ലാ ബുക്ക് റിവ്യൂയുടെ ഇടയിലും ഒരു ഫ്രീഡ മക്ഫാഡൻ ബുക്ക് കൊണ്ടുവരാറുണ്ട്. ഞാൻ ഭയങ്കര ഫാനാണ്. ഒരിക്കലും എന്നെ ബോർ അടിപ്പിക്കാറില്ല ഫ്രീഡ മക്ഫാഡൻസിന്റെ ബുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ ഒരു ബുക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഞാൻ വേറൊരു ബുക്കും കൂടി ഫ്രീഡയുടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇത് വന്നിട്ട് കോ വർക്കർ ആണ്, ദ കോ വർക്കർ. നല്ല ഫേമസ് ആയിട്ടുള്ള പുസ്തകം കേട്ടോ. അതായിരുന്നു ഒന്നാമത്തെ. അപ്പോ എന്റെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ ഇതിന്റെ തന്നെ ഫ്രീഡ മക്ഫാഡന്റെ ഹൗസ് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഹൗസ് മെയ്ഡിന്റെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രീഡ മക്ഫാഡന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈസ്, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നത് ദ ലാസ്റ്റ് ക്വീൻ. ഇത് ചിത്ര ബാനർജി ദിവകരുണിയുടെ ആണ്. ദ പാലസ് ഓഫ് ഇല്യൂഷന്റെ ഓതറിന്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഓതേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ് ഈ പറഞ്ഞ ചിത്ര ബാനർജി ദിവകരുണി. അപ്പോ
അവരുടെ തന്നെ കുറെ അധികം പുസ്തകങ്ങളുണ്ട്. അപ്പൊ എനിക്കിത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചു, വായിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. അതായിരുന്നു എന്റെ സെക്കൻഡ് ബുക്ക്. ഇനി നെക്സ്റ്റ് വണ്ണും ചിത്ര ബാനർജി ദിവകരുണിയുടെ തന്നെയാണ്. അത് സിസ്റ്റർ ഓഫ് മൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും അങ്ങനെ ബാക്കിൽ കൊടുത്തിരിക്കുന്നൊന്നും ഡിസ്ക്രിപ്ഷൻ ഒന്നും വായിക്കാറില്ല. അപ്പൊ നമുക്ക് ആ വായിക്കുന്നതിന്റെ ഒരു രസം പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇനിയുള്ള വ്ളോഗ്സിൽ വരും. എന്തായാലും ഇതായിരുന്നു എന്റെ തേർഡ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റർ ഓഫ് മൈ ഹാർട്ട്. നെക്സ്റ്റ് വൺ ഫ്രീഡ മെക്ഫാഡന്റെ. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇതിന്റെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദ ക്രാഷ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. ഒരുപാട് പേര് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്ന കണ്ടു. അപ്പൊ എല്ലാരും പറയുകയും ചെയ്തു നല്ല ബുക്കാണ്, വായിക്കണം, അടിപൊളി പ്ലോട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രീഡ മെക്ഫാഡന്റെ ബുക്സ് ഒക്കെ എനിക്ക് വേണം. അപ്പോൾ ഇവഞ്ച്വലി ഞാൻ എല്ലാം വാങ്ങിച്ചെടുക്കും. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഇതും കൂടി ഓർഡർ ചെയ്തു, ദ ക്രാഷ്. അപ്പം ഫ്രീഡ മെക്ഫാഡന്റെ സെക്കൻഡ് ബുക്കാട്ടോ എന്റെ ഈ ഒരു ഹോളിലുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ദ ഫാമിലി അപ്സ്റ്റേഴ്സ്, ലിസ ജുവലിന്റെ. എനിക്കറിയില്ല പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. ഈ ബുക്ക് വളരെയധികം ഫേമസ് ആണ്. ഇതൊരു സീരീസ് ആണ് ആക്ച്വലി. ഇതിന്റെ ഫസ്റ്റ് വൺ ആണിത്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പൊ എല്ലാവരും പറയണത് ഫസ്റ്റ് പാർട്ട് വളരെ നന്നായിരുന്നു എന്നാ പറയണം. എനിക്ക് ഈ ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടും കൂടി ഓർഡർ ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഇത് ഈ പറഞ്ഞ പോലെ മിസ്റ്ററി ആണ്. 1 house 2 families 3 bodies. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്ത പോർഷനിൽ തന്നെ പറയുന്നത്. പറയാം, ഒരു നല്ല ക്യൂരിയോസിറ്റി തരുന്ന രീതിക്കുള്ള ഒരു ബുക്കാണ്. എന്തായാലും നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ അതിന്. 4.5 ഒക്കെ വന്നിട്ടുണ്ട് റിവ്യൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ വട്ടം ഇതും കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് നോട്ട് ബട്ട് ദ ലീസ്റ്റ്, ടു ഗുഡ് ടു ബി ട്രൂ. ഇത് നമ്മുടെ പ്രജക്ത കോഹ്ലി എന്ന് പറയുന്ന നല്ലൊരു റിവ്യൂവർ ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണ്ടാവും. നല്ലൊരു ബുക്ക് റിവ്യൂവർ ആണ്. ആളുടെ ഈ ഫസ്റ്റ് ബുക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ബുക്ക് ആയിരിക്കും. എന്തായാലും ആളുടെ ഈ ബുക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന്. എനിക്കിനിയിപ്പോ അതല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ എന്താ പറയാ, ഈ ഒരു പേഴ്സണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരുടെ എല്ലാ റിവ്യൂസും ഞാൻ കാണാറുണ്ട്, ഒന്നും ഞാൻ മിസ് ചെയ്യാറില്ല. ഒരുപാട് ബുക്സ് ഞാൻ ഓർഡർ ചെയ്തതും ഇവരുടെ റിവ്യൂ അനുസരിച്ചാണ്. അപ്പം ഒരാള് അങ്ങനെ റിവ്യൂവർ ആയിട്ട് പിന്നീട് ഓഥർ ആയിട്ട് വരുമ്പം ആ പുസ്തകം എത്രത്തോളം നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് ഞാൻ ഓർഡർ ചെയ്തത്, ടു ഗുഡ് ടു ബി ട്രൂ. ഇതൊരു റൊമാൻസ് ആണ്. ഇതിനകത്തുള്ള തീം എനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇനി എന്തായാലും ഞാൻ വായിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ കൂടെ പറയാം. അപ്പൊ ഇത്രയും ബുക്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അത് വായിച്ചെടുക്കും. മാക്സിമം ഞാൻ ഏപ്രിൽ ആൻഡ് മെയ് TBR വെച്ചിരിക്കുന്ന ബുക്കാണ്. അപ്പൊ എന്തായാലും 2 monthsനുള്ളിൽ തന്നെ ഞാൻ ഇതെല്ലാം വായിച്ചു തീർക്കും. അപ്പൊ ഇനി അടുത്ത ഒരു ബുക്ക് വ്ലോഗ് ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.